ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഒരു യാത്രയുടെ വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളീ കാണുന്നത് സലാലയ്ക്കടുത്തുള്ള റെയ്സൂത്ത് എന്ന് പറയുന്ന സ്ഥലമാണേ. ഇവിടെ സലാല പോർട്ടാണ് നമ്മളീ കാണുന്നത്, ആ ദൂരെ കാണുന്നത്. അവിടെയൊന്നും ഞാൻ പോയില്ല, പക്ഷേ റെയ്സൂത്ത് എന്ന് പറഞ്ഞ ബീച്ചിലാണ് പോയത്. വളരെ മനോഹരമായൊരു ബീച്ചാണ്. അപ്പോൾ ഞങ്ങൾ 3 കപ്പൽ കണ്ടായിരുന്നേ. കപ്പൽ ദേ ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ ബീച്ചെന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായിട്ടുള്ളതാണ്, ഫിഷിങ്ങിനായിട്ടുള്ളതായിട്ടാണ്. ഇത് കണ്ടില്ലേ, ഒരു ദൂരെ ഒരു കപ്പൽ കാണുന്നുണ്ട്. പിന്നെ വൈകുന്നേരങ്ങളിൽ ആളുകൾ വന്ന് ചൂണ്ടയിടാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല ഫിഷ് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങളിപ്പോൾ ഫിഷ് വാങ്ങാനായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. കുറേ ഫിഷൊക്കെ നോക്കിയായിരുന്നു. അപ്പോൾ എല്ലാം നോർമൽ നമ്മളെപ്പോഴും വാങ്ങുന്ന പോലത്തെ ഫിഷേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കട്ടിൽ ഫിഷ് വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്ത് ഇങ്ങനെ പോവാണ്. അപ്പോൾ അവിടെ ഒരാളിരുന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കട്ടിൽ ഫിഷാണ് ആ മനുഷ്യൻ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കണം. എന്താണെന്ന് അത് മണ്ണിലിട്ടാണ് അവർ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മണ്ണിട്ട് ക്ലീൻ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് കടൽ ഫിഷിനൊരു വഴുവഴുപ്പുണ്ടല്ലോ, അപ്പോൾ ഇത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ആ മണ്ണിലിട്ട് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർ ആ വെള്ളത്തിൽ, കടൽ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് തന്നെ ഭംഗിയായിട്ട് കഴുകി അതിനെ നന്നായിട്ട് ക്ലീനാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഫിഷ് നോക്കാനുള്ള പ്ലാനിലാണ്. എന്തായാലും വന്നു. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കട്ടെ. ഇത് മറ്റാർക്കോ വേണ്ടി ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിപ്പോൾ ഇതാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ മനുഷ്യൻ വേറെ ഏതോ ലാംഗ്വേജാണ് പറയുന്നത് കേട്ടോ, എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അറബിയല്ല, ഹിന്ദിയല്ല, വേറെ. അപ്പോൾ അതിൻ്റെ അടുത്തൊരു മലയാളി ഉണ്ടായിരുന്നു, ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത്, അതായത് അവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ചിട്ട് എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് അവർ തരുന്നത്. എന്താണ്ട് എത്ര വേഗത്തിലാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ മണ്ണിലിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ ആ ഗ്രിപ്പ് കിട്ടുമെന്നാണ് പറയുന്നത്. എന്തായാലും എന്തൊക്കെയോ ഒരു ഭാഷയിൽ അങ്ങനെ ആ മനുഷ്യൻ സംസാരിക്കുന്നുണ്ട്. എനിക്കറിയാൻ പറ്റുന്നില്ല കേട്ടോ എന്ത് ഭാഷയാണെന്നുള്ളത്. നമുക്കത് നോക്കണ്ട, എനിക്ക് ഫിഷ് മാത്രം മതി. അപ്പോൾ ഞങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ ഫിഷ് കിട്ടാനായിട്ട്. എന്തായാലും ഒന്ന് നോക്കാം. കണ്ടില്ലേ, അവർ ആ മെയിനകത്ത്, കണവ ഫിഷിനകത്ത് ഒരു ഭയങ്കര കട്ടിയുള്ള അതിൻ്റെ ഒരു ബാക്ക് ബോൺ, നമ്മൾ കണവ നാക്കെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇളക്കി കളഞ്ഞു. പിന്നെ അതിനകത്തുള്ള വേസ്റ്റൊക്കെ കളയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവന് ശരിക്ക് ഇവർക്ക് ആവശ്യക്കാർ ഇത് മേടിക്കാൻ വരുന്നുണ്ടെന്നാണ് അത് മനസ്സിലാക്കുന്നത്. കാരണം വളരെ എന്താ പറയണേ, വളരെ എക്സ്പേർട്ടായിട്ടാണ് ആ പുള്ളി അത് ക്ലീൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുക. കണ്ടില്ല, എവിടെ പോയോ ആവോ. അത് കണ്ടില്ല, ശരിക്കും കടൽക്കാക്കകൾ ഇങ്ങനെ പറക്കുന്നുണ്ട്. കടൽ പ്രദേശമായതുകൊണ്ടാണ് ശരിക്കും കടൽക്കാക്കകളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ മീൻ കൊണ്ടുപോയ ആളെ കണ്ടില്ല. എവിടെ പോയി? കാണുന്നില്ലല്ലോ. ഇപ്പോൾ വരും. അപ്പോൾ എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്, കടൽക്കാക്കകളെ നോക്കി നിൽക്കാം. അതേ വരുന്നുണ്ട്. നമ്മുടെ കട്ടിൽ ഫിഷിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വീട്ടിൽ പോയിട്ട് അത് കട്ട് ചെയ്തിട്ട് കറി ആക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ കട്ടിൽ ഫിഷ് മസാലയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി കട്ടിൽ ഫിഷ് മസാലയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ടേക്ക് കെയർ.